പഞ്ചായത്ത് ഭരണസമിതി തീരുമാനമില്ലാതെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ പ്രതിമ അനാച്ഛാദനത്തിന് പണം പിരിച്ച് വ്യാജ രശീതി നൽകിയതിനെതിരെ ഇടതുമുന്നണി നായരമ്പലം പഞ്ചായത്ത് ഓഫീസിലേക്ക് ജനകീയ മാർച്ച് നടത്തി. കുടുങ്ങാശ്ശേരിയിൽ നിന്ന് ആരംഭിച്ച മാർച്ച് പഞ്ചായത്തിന് മുന്നിൽ സമാപിച്ചു. തുടർന്ന് നടന്ന സമരം CPM വൈപ്പിൻ ഏരിയ സെക്രട്ടറി AP പ്രനിൽ ഉദ്ഘാടനം ചെയ്തു. ഇവിടെ നടന്ന അഴിമതി അതിവേഗം കണ്ടുപിടിക്കണം. ഇതാദ്യമായിട്ടല്ല, ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ നേതൃത്വത്തിൽ പല തവണ ഈ നായരമ്പലം പഞ്ചായത്ത് കവാടത്തിലേക്ക് ഓഫീസിലേക്ക് നമ്മൾ മാർച്ചും ധർണയും ഒക്കെ തന്നെ നടത്തിയിട്ടുണ്ട്. നമ്മൾ ഉയർത്തുന്ന വിഷയങ്ങൾ ജനങ്ങളുമായിട്ട് സംവദിക്കുക, ജനശ്രദ്ധയിലേക്ക് കൊണ്ടുവരിക എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ രീതിയിലുള്ള സമരമാർഗം നാം സ്വീകരിക്കുന്നത്. ഇതിനു മുമ്പ് ഒരു അഴിമതി ഉണ്ടായിരുന്നു, അത് ഭൂമിയിടപാടുമായി ബന്ധപ്പെട്ടാണ്. അന്ന് നടന്ന മാർച്ച് ഞാൻ തന്നെയാണ് ഇവിടെ ഉദ്ഘാടനം ചെയ്തത്. അതിനുശേഷം നടന്ന ഒരു മാർച്ചുണ്ട്, അത് ഈ പഞ്ചായത്ത് കോമ്പൗണ്ടിന്റെ സൗന്ദര്യവൽക്കരണത്തിൽ നടത്തിയിട്ടുള്ള അഴിമതിയുമായി ബന്ധപ്പെട്ടാണ്. അതിലും വലിയ അഴിമതിയാണ് ഈ പഞ്ചായത്ത് ഭരണസമിതി, പ്രത്യേകിച്ച് പഞ്ചായത്തിന്റെ പ്രസിഡന്റും വൈസ് പ്രസിഡന്റും നടത്തിയിരിക്കുന്നത്. ഇപ്പോൾ നടത്തിയിരിക്കുന്ന അഴിമതി സ്വന്തം നേതാവിന്റെ പേരിലാണ്. ചെറിയ നെല്ലികുളം എന്ന് പറഞ്ഞ ദീർഘകാലം 19 വർഷക്കാലം പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന, ദീർഘകാലം പഞ്ചായത്ത് അംഗമായിരുന്ന ഒരു വ്യക്തിയുടെ പേരിലാണ് ഈ അഴിമതി നടത്തിയിരിക്കുന്നത്. ഇവിടെ പ്രതിമ സ്ഥാപിക്കുന്നതിന് വേണ്ടി പഞ്ചായത്തിന് 2.5 ലക്ഷം രൂപ അനുവദിക്കുകയുണ്ടായി. അതിന്റെ അനാച്ഛാദനം അവിടെ എഴുതിയിട്ടുണ്ട്. അത് ഹൈബിയുടെ MP ആണ് ഉദ്ഘാടനം ചെയ്തത്. 2025 ഏപ്രിൽ മാസം 7-ാം തീയതി ആയിരുന്നു അതിന്റെ അനാച്ഛാദനം. ആ അനാച്ഛാദനവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പൊ അഴിമതി നടത്തിയിട്ടുള്ളത്. സ്വന്തം നേതാവിന്റെ പേരിൽ ദീർഘകാലം പ്രാദേശിക ഭരണകൂടത്തെ നയിച്ച ഒരു വ്യക്തിയുടെ പേരിൽ നടത്തിയിട്ടുള്ള അഴിമതിയാണ്. അതെങ്ങനെയാണ് പുറത്തുകൊണ്ടുവന്നത്? ഇവിടെ നമ്മുടെ ഒരു സഖാവ് തന്നെ പാർട്ടി ലോക്കൽ കമ്മിറ്റി അംഗമായിട്ടുള്ള ഫണ്ടിലല്ലേ ആ വിവരാവകാശ അപേക്ഷ കൊടുത്തു. ഇവിടെ സഖാവ് KK ബാബു സൂചിപ്പിച്ചല്ലോ, ബാങ്കിൽ നിന്ന് 10,000 രൂപ കൈപ്പറ്റിയിട്ടുണ്ട്. ഇവിടെ പ്രതിമ സ്ഥാപിച്ച് അതിനുവേണ്ടി ഫണ്ട് വിനിയോഗിച്ചു. അതിന്റെ അനാച്ഛാദനത്തിന് വേണ്ടി ഇവിടെ ബാബു സൂചിപ്പിച്ചതുപോലെ ഈ പഞ്ചായത്ത് ഫണ്ടിൽ നിന്നും ആ തുക അനുവദിക്കാവുന്നതാണ്. എത്ര രൂപ? ഈ അനാച്ഛാദനവുമായി ബന്ധപ്പെട്ടുള്ള തുക, അതിന് ചെലവായ തുക ഇവിടെ സൂചിപ്പിച്ചല്ലോ, അതിന്റെ 10 ഇരട്ടിയാണ് പിരിച്ചിരിക്കുന്നത്. നിസ്സാരമല്ല, അതിന്റെ 10 ഇരട്ടി. ആ വിവരാവകാശ രേഖകൾക്ക് കൃത്യമായി ഇവിടുത്തെ ഇതിന്റെ അതോറിറ്റി എന്ന് പറയുന്നത് പഞ്ചായത്ത് സെക്രട്ടറിയാണ്. ആ പഞ്ചായത്ത് സെക്രട്ടറി തന്നെ സൂചിപ്പിക്കുന്നു, 1 രൂപ പോലും പിരിക്കുവാൻ പഞ്ചായത്ത് ഭരണസമിതി തീരുമാനിച്ചിട്ടില്ല. പഞ്ചായത്ത് ലെറ്റർ കേട്ടിൽ അതിൽ സീൽ വെച്ചുകൊണ്ട് 1 പൈസ പോലും സ്വീകരിച്ചിട്ടില്ല എന്ന് പഞ്ചായത്ത് സെക്രട്ടറി തന്നെ വിവരാവകാശ രേഖകൾക്ക് കൃത്യമായി പറയുന്നുണ്ട്. അതിനർത്ഥം ഒരു സംശയവും വേണ്ട, ഇത് വിജിലൻസ് അന്വേഷിച്ചാൽ താമസിയാതെ തന്നെ പഞ്ചായത്ത് പ്രസിഡന്റും ഡ്രൈവറും ചുമരിലടക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാവും. CPI മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം PO ആന്റണി അധ്യക്ഷത വഹിച്ചു. KK ബാബു, NK ബാബു, സേവി താന്നിപ്പള്ളി, NA ജെയിൻ, AR രാജേഷ്, NS ശ്യാംലാൽ, പഞ്ചായത്ത് അംഗങ്ങളായ MP ശ്യാംകുമാർ, NK ബിന്ദു എന്നിവർ പ്രസംഗിച്ചു.